അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷം ആഗോള എണ്ണ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാൽ വരും മാസങ്ങളിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $80 ഉയരുമെന്ന് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് എണ്ണവിലയിൽ ഉയർന്ന സമ്മർദ്ദത്തിന് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ബാരലിന് $72.07 നിന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില സമീപഭാവിയിൽ തന്നെ $76 എത്തിയേക്കാം. 2025 വർഷാവസാനം $8,082 എത്തിയേക്കാം. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് 1012 ദിവസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട്. ഇത് പരാജയപ്പെട്ടാൽ റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക ഉപരോധങ്ങളും 100% താരിഫുകളും ഏർപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഇത് എണ്ണവിലയിൽ കാര്യമായ വർധനവുണ്ടാക്കുമെന്നാണ് വിപണി വിദഗ്ധരുടെ അഭിപ്രായം. ട്രംപിന്റെ ഈ നീക്കം എണ്ണവില ഇനിയും വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. കാരണം റഷ്യൻ ക്രൂഡിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ വില കുറഞ്ഞ എണ്ണ വാങ്ങണോ അതോ യുഎസിലേക്കുള്ള കനത്ത കയറ്റുമതി തീരുവ നേരിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാം. റഷ്യൻ എണ്ണ ഇന്ത്യൻ റിഫൈനറികളിലേക്ക് ഒഴുകുന്നത് നിന്നാൽ ആഗോളതലത്തിൽ വില തീർച്ചയായും ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ റിഫൈനറികൾ 40 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇന്ത്യയിൽ എണ്ണയുടെ കുറവുണ്ടാകില്ല. പക്ഷേ ഇന്ധനവില കൂടുന്ന സാഹചര്യം സൃഷ്ടിച്ചേക്കാമെന്നും വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സൗദി അറേബ്യയും തിരഞ്ഞെടുത്ത ഒപെക് രാജ്യങ്ങളും വിതരണ വിടവ് നികത്താൻ ഇടപെട്ടാലും ഇതിന് സമയമെടുക്കും. ഇത് ഹ്രസ്വകാല വില വർധനവിന് കാരണമായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.